സോ ഹായ് മക്കളെ, SSLC മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലെ ലാസ്റ്റ് സെറ്റാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതിൽ ആദ്യത്തെ 2 സെറ്റുകളും ഡിസ്കഷൻ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് പോയി കാണാം. സോ നമുക്ക് നേരെ നമ്മുടെ ലാസ്റ്റ് സെറ്റിലേക്ക് പോകാം. ഇവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ അറിയാമല്ലോ, ആദ്യത്തെ 4 ക്വസ്റ്റ്യൻസ് 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ്, എല്ലാം അറ്റൻഡ് ചെയ്യേണ്ട ക്വസ്റ്റ്യൻസും ആണ്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 2 സ്റ്റേറ്റ്മെന്റുകൾ തന്നിട്ടുണ്ട്. ഫസ്റ്റ് വൺ എന്താണ്? When the number of turns of a coil in a solenoid carrying a constant current increases, the total flux in the solenoid increases. അതായത് ഒരു കോൺസ്റ്റന്റ് കറണ്ട് പാസ് ചെയ്ത് പോകുന്ന ഒരു സോളിനോയിഡിന്റെ നമ്പർ ഓഫ് ടേൺസ് കൂട്ടിക്കഴിഞ്ഞാൽ അവിടുത്തെ സോളിനോയിഡിന്റെ ഫ്ലക്സ്, ടോട്ടൽ ഫ്ലക്സ് ഇൻക്രീസ് ആവും എന്നാണ് പറയുന്നത്. യെസ്, അവിടെ ഫ്ലക്സ് ഇൻക്രീസ് ആവും. സോ അത് കറക്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. Then statement 2, when the number of turns of a coil in a solenoid carrying a constant current increases, number of turns കൂട്ടിക്കഴിഞ്ഞാൽ the flux through single turn of the coil does not increase. ഒറ്റ ടേണിലുള്ള ഫ്ലക്സ് കൂടുന്നില്ല. ടോട്ടൽ ഫ്ലക്സ് കൂടും, പക്ഷെ ഒറ്റ ടേണിലുള്ള ഫ്ലക്സ് കൂടുന്നില്ല എന്ന് പറയുന്നു. കൂടുന്നില്ല, അത് ശരിയാണ്. സോ 2 സ്റ്റേറ്റ്മെന്റുകളും കറക്റ്റ് ആണ് അല്ലേ? സ്റ്റേറ്റ്മെന്റ് 1 ആൻഡ് സ്റ്റേറ്റ്മെന്റ് 2 ആർ കറക്റ്റ് എന്നുള്ള ഓപ്ഷനാണ് കറക്റ്റ് വരുന്നത്. ആൻഡ് സെക്കൻഡ് ക്വസ്റ്റ്യൻ മാച്ച് ദ ഫോളോയിങ് ആണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ നമ്മൾ ഓപ്ഷൻസ് വേണം പിക്ക് ചെയ്യാനായിട്ട്. സോ ഡിസ്പേർഷന് കറക്റ്റ് മാച്ചിങ് വരുന്നത് എക്ക് നേരെ വരുന്ന റെയിൻബോ അല്ലെ, മഴവില്ല് ഡിസ്പേർഷൻ വഴി ഉണ്ടാവുന്ന കാര്യമാണ്. സോ ഡിസ്പേർഷന്റെ നേരെ വരുന്നത് എക്ക് നേരെ വരുന്ന 1 ആണ്. എക്ക് നേരെ വരുന്ന 1 വരുന്ന 2 ഓപ്ഷൻസ് ഉണ്ട്. ഇനി ഇതിൽ നിന്ന് വേണം അടുത്ത പിക്ക് ചെയ്യാനായിട്ട്. സ്കാറ്ററിങ് ബിക്ക് നേരെ വരുന്നത് ബ്ലൂ കളർ ഓഫ് ദ സ്കൈ അല്ലേ, ദാറ്റ് ഈസ് ബിക്ക് നേരെ 3 വരുന്നുണ്ട്. ബിക്ക് നേരെ 3 വരുന്നത് ഓപ്ഷൻ സി ആണ് ഗൈസ്. സോ അതാണ് കറക്റ്റ് ആൻസർ വരുന്നത് കേട്ടോ. ദെൻ തേർഡ് ക്വസ്റ്റ്യൻ, how many hours does an appliance of power 1000 watt work to use 1 kilowatt hour of electric energy? 1 കിലോവാട്ട് അവർ ഇലക്ട്രിക് എനർജി തരുന്നതിന് വേണ്ടിയിട്ട് 1000 വാട്ടിലുള്ള ഒരു അപ്ലയൻസ് എത്ര അവേഴ്സ് വർക്ക് ചെയ്യണം, എത്ര മണിക്കൂർ വർക്ക് ചെയ്യണം എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. സോ 1 കിലോവാട്ട് അവറിലാണെന്നുള്ള കാര്യം നമുക്കറിയാം. കിലോവാട്ട് അവറിലാണ്, വിച്ച് ഈസ് ഈക്വൽ ടു പവർ ഇൻ വാട്ട് ഇൻറ്റു ടൈം ഇൻ അവർ ഡിവൈഡ് ബൈ 1000 ആണ് നമുക്ക് ഇക്വേഷൻ വരുന്നത്. ഇതിൽ 1 കിലോവാട്ട് അവർ ആണ് തന്നിട്ടുണ്ട്. സോ 1 ഈസ് ഈക്വൽ ടു പവർ ഇൻ വാട്ട് 1000 ആണ്, ഇൻറ്റു ടൈം നമുക്കറിയില്ല, ഡിവൈഡഡ് ബൈ 1000 അല്ലേ. അപ്പോൾ നമുക്ക് 1000 ബൈ 1000 ആണ് വരുന്നത്. സോ ടൈം ഈസ് ഈക്വൽ ടു 1 തന്നെ, ദാറ്റ് ഈസ് 1 അവർ. ഓക്കെ, സോ 1 അവർ ആണ് നമുക്ക് ആൻസർ വരുന്നത് കേട്ടോ. ദെൻ അടുത്തത് ഫോർത്ത് ക്വസ്റ്റ്യൻ, ചൂസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് അസോസിയേറ്റഡ് വിത്ത് ദ വീൽ ആൻഡ് ആക്സൽ മെക്കാനിസം. വീലും ആക്സൽ മെക്കാനിസത്തിന് വെച്ചിട്ടുള്ള കറക്റ്റ് സ്റ്റേറ്റ്മെന്റുകൾ പിക്ക് ചെയ്യണം. ദ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഈസ് ഗ്രേറ്റർ ദാൻ 1. യെസ്, കാരണം നമുക്കറിയാം റേഡിയസ് ഓഫ് ദ വീൽ ഈസ് ഗ്രേറ്റർ അല്ലെ. റേഡിയസ് ഓഫ് വീൽ ഗ്രേറ്റർ ആയതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് 1നേക്കാൾ കൂടുതലായിരിക്കും. സോ 1ഉം കറക്റ്റ് ആണ്, 4ഉം കറക്റ്റ് ആണ്. ദെൻ സെക്കൻഡ് വൺ നോക്കാം, ദ വർക്ക് ഡൺ ബൈ എഫേർട്ട് ആൻഡ് ദ വർക്ക് ഡൺ ബൈ ദ ലോഡ് ആർ ഈക്വൽ. യജ്ഞം ചെയ്യുന്ന പ്രവൃത്തിയും രോധം ചെയ്യുന്ന പ്രവൃത്തിയും തുല്യമാണ്, അതും ശരിയാണ്. തേർഡ് വൺ, ദ എഫേർട്ട് ആം ഈസ് ഷോർട്ടർ ദാൻ ദ ലോഡ് ആം. അത് റോങ് ആണ് കേട്ടോ. സോ 1ഉം 2ഉം 4ഉം ആണ് കറക്റ്റ് ഓപ്ഷൻ വരുന്നത്. യെസ്. അടുത്ത ക്വസ്റ്റ്യൻ, ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ ആണ്. 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് ഇനി പറയാൻ പോകുന്നത്. ഒബ്സർവ് ദ പിക്ചർ. ഒരു പിക്ചർ വന്നിട്ടുണ്ട്, എയും ബിയും എന്ന് പറയുന്ന 2 ആളുകൾ അവിടെ നിൽക്കുകയാണ്. ദെൻ എ ആൻഡ് ബി ആർ 2 വാൾസ്. എയും ബിയും 2 വാൾസ്, ഭിത്തികളാണ്. ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം ഈസ് 28 മീറ്റർ. ഈ 2 വാൾസ് തമ്മിലുള്ള ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 28 മീറ്റർ ആണ്. എ പേഴ്സൺ ക്ലാപ്സ് അറ്റ് എ പൊസിഷൻ മാർക്ക്ഡ് എക്സ്. എക്സ് എന്ന് പറയുന്ന പൊസിഷനിൽ നിന്നുകൊണ്ട് ഒരാൾ ക്ലാപ്പ് ചെയ്തു. ഓക്കെ, ഈ പൊസിഷനിൽ നിന്നുകൊണ്ട് ഒരാൾ ക്ലാപ്പ് ചെയ്തു. ദ ഡിസ്റ്റൻസ് ഫ്രം ദ വാൾ എ ടു എക്സ് ഇസ് 10.5 മീറ്റർ. എ എന്ന് പറയുന്ന വാളിൽ നിന്ന് എക്സിലേക്കുള്ള ദൂരം എത്രയാണ്? 10.5 മീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. വിച്ച് വാൾ പ്രൊഡ്യൂസസ് ദ ഫസ്റ്റ് എക്കോ ദാറ്റ് ക്യാൻ ബി ക്ലിയർലി ഹെഡ് ബൈ ദ പേഴ്സൺ. അതായത് ആൾക്ക് നന്നായിട്ട് എക്കോ കേൾക്കണം എന്നുണ്ടെങ്കിൽ ഏത് വാളിൽ നിന്നായിരിക്കും ആദ്യത്തെ എക്കോ വരുന്നത് എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, ഈ ക്വസ്റ്റ്യനിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് എക്സിൽ നിന്ന് എയിലേക്കുള്ള ദൂരവും എക്സിൽ നിന്ന് ബിയിലേക്കുള്ള ദൂരവും നമ്മൾ അറിഞ്ഞിരിക്കണം. കാരണം മിനിമം 17.5 എന്ന് പറയുന്ന വാല്യൂ ഉണ്ടെങ്കിൽ മാത്രം, ആ ഒരു ലെങ്ത് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് എക്കോ കേൾക്കാനായിട്ട് സാധിക്കുള്ളൂ. എന്തായാലും നമ്മുടെ എ എന്ന് പറയുന്ന വാളല്ല, കാരണം അത് 10.5 ആണ്. സോ ബാക്കി നമുക്ക് വരുന്നതായിരിക്കുള്ളൂ കറക്റ്റ് ആയിട്ടുള്ള മാർക്ക്, കറക്റ്റ് വരുന്നത്. ദാറ്റ് ഈസ് 17.5 ആയിരിക്കുള്ളൂ നമുക്ക് ഇവിടെ ബാക്കി വരുന്നത് അല്ലേ. 28ൽ നിന്ന് 10.5 മൈനസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 17.5 കിട്ടുന്നു. സോ അതായിരിക്കുള്ളൂ നമുക്ക് എക്കോ ആയിട്ട് കേൾക്കാൻ പറ്റുന്നത്. സോ ബി എന്ന് പറയുന്ന വാൾ ആയിരിക്കും ഫസ്റ്റ് എക്കോ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ബി ക്വസ്റ്റ്യൻ എന്താണ്? ഹൗ മച്ച് ടൈം വിൽ ഇറ്റ് ടേക്ക് ടു ഹിയർ ദ ഫസ്റ്റ് എക്കോ ഓഫ് ദ ക്ലാപ്പ്. ആദ്യത്തെ ക്ലാപ്പിന്റെ എക്കോ കേൾക്കാൻ എടുക്കുന്ന സമയം എത്രയാണ്? നമുക്ക് ഇക്വേഷൻ വെച്ചിട്ട് തന്നെ ചെയ്യണം. ഇവിടെ നമുക്ക് സ്പീഡ് തന്നിട്ടുണ്ടല്ലേ, സ്പീഡും ഉണ്ട് അതുപോലെ ലെങ്ത്തും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് ഇക്വേഷൻ വെച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ചെയ്യാവുന്നതാണ്. സോ ആൻസേഴ്സിൽ ഫസ്റ്റ് ക്വസ്റ്റിന്റെ ആൻസർ വരുന്നത് ബി ആണ്. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യനിൽ നമുക്ക് ഇക്വേഷൻ വരുന്നത് ടൈം ഈസ് ഈക്വൽ ടു 2d/v ആണ്. 2 ലെങ്ത് നമ്മൾ 2 എടുക്കണം, അങ്ങോട്ടും ഇങ്ങോട്ടും വരണമല്ലോ. സോ 2 എടുക്കണം, 2d/v ആണ്. ദാറ്റ് ഈസ് 2d എന്ന് പറയുമ്പോൾ d ഓൾറെഡി നമുക്ക് എത്രയാണെന്ന് അറിയാമായിരുന്നു, ദാറ്റ് ഈസ് 17.5 ആയിരുന്നു. ഇൻറ്റു 2 ഡിവൈഡ് ബൈ 350, 35/350, ദാറ്റ് ഈസ് 0.1 സെക്കൻഡ് ആണ് നമുക്ക് ആൻസർ വരുന്നത് കേട്ടോ.
ആൻസർ വരുന്നത്. ഓക്കെ, സോ അത് ഒരു ചെറിയ പ്രോബ്ലം ആണ്, അത് പ്രോപ്പറായിട്ട് ചെയ്യാം. ദെൻ സിക്സ്ത് ക്വസ്റ്റിൻ്റെ എ പാർട്ട് ബി പാർട്ട് ഉണ്ട്, ഏതെങ്കിലും ഒരെണ്ണം എഴുതിയാൽ മതി. എയിൽ വരുന്നത് ഫോളോയിങ് ലെൻസസ് ആർ ഗിവൺ ടു യു. നമുക്ക് 4 ലെൻസസ് തന്നിട്ടുണ്ട്. ഇതിൽ നിന്ന് ഫസ്റ്റ് വൺ നോക്കാം. കോൺവെക്സ് ലെൻസ് വിത്ത് ഫോക്കൽ ലെങ്ത് 100 സെന്റിമീറ്റർ, ദെൻ കോൺകേവ് ലെൻസ് വിത്ത് ഫോക്കൽ ലെങ്ത് 100 സെന്റിമീറ്റർ, കോൺവെക്സ് വിത്ത് ഫോക്കൽ ലെങ്ത് 10 സെന്റിമീറ്റർ ആൻഡ് കോൺകേവ് വിത്ത് ഫോക്കൽ ലെങ്ത് 10 സെന്റിമീറ്റർ. ഇതിൽ നിന്ന് ഒരു ടെലസ്കോപ്പ് കൺസ്ട്രക്ട് ചെയ്യാനായിട്ടുള്ള ഒബ്ജക്റ്റീവും ഐ പീസും നമ്മൾ ഏതൊക്കെ സെലക്ട് ചെയ്യണം നോക്കാം. കോൺകേവ് ഉള്ളതൊക്കെ ആദ്യം അങ്ങ് വെട്ടിക്കളയാം. കോൺകേവ് ഉള്ളതൊന്നും നമുക്ക് വേണ്ട. കോൺവെക്സ് ആണ് നമ്മൾ ടെലസ്കോപ്പിൽ യൂസ് ചെയ്യുന്നത്. സോ ഇതിൽ തന്നെ ഒബ്ജക്റ്റീവ് ആയിട്ട് നമ്മൾ എടുക്കേണ്ടത് വലിയ ഫോക്കൽ ലെങ്ത് ഉള്ളതാണ്. സോ കോൺവെക്സ് വിത്ത് ഫോക്കൽ ലെങ്ത് 100 സെന്റിമീറ്റർ ആയിരിക്കും നമ്മുടെ ഒബ്ജക്റ്റീവ് വരുന്നത്, ആൻഡ് കോൺവെക്സ് വിത്ത് ഫോക്കൽ ലെങ്ത് 10 സെന്റിമീറ്റർ ആയിരിക്കും നമ്മുടെ ഐ പീസ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് സിമ്പിൾ ആയിട്ട് കിട്ടി. നമ്മുടെ ആൻസർ ജസ്റ്റിഫൈ ചെയ്യാനും പറഞ്ഞിട്ടുണ്ട്. കാരണം ബാക്കിയുള്ളതൊക്കെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള രീതിക്കുള്ള ഇമേജ് നമുക്ക് കിട്ടില്ല. ടു ഫോം ലാർജ് ആൻഡ് ക്ലിയർ ഇമേജ്, ലാർജ് ആയിട്ടുള്ള ക്ലിയർ ആയിട്ടുള്ള ഇമേജ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഓഫ് ദ ഫാർ അവേ ഒബ്ജക്റ്റ്, അകലെയുള്ള ഒബ്ജക്ട്സിൻ്റെ ഒക്കെ നല്ല ഇമേജ് കിട്ടാനായിട്ട് നമുക്ക് ഈ ഒരു രീതിക്ക് വേണം ആൾക്കാർ എടുക്കാനായിട്ട്. ഓക്കെ, യെസ്. സോ സിക്സ്ത് ക്വസ്റ്റിൻ്റെ ബി നോക്കിക്കഴിഞ്ഞാൽ എ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് മാഗ്നിഫൈസസ് ഒബ്ജക്റ്റ്. ഒരു കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് വസ്തുക്കളെ വലുതാക്കി കാണിക്കുന്നു എന്നാണ് പറയുന്നത്. അതിൻ്റെ എ നോക്കാം. വേർ മസ്റ്റ് ആൻ ഒബ്ജക്റ്റ് ബി പ്ലേസ്ഡ് വിത്ത് റെഫറൻസ് ടു ദ ഒബ്ജക്റ്റീവ് ലെൻസ്. അതായത് ഒബ്ജക്റ്റീവ് ലെൻസിൻ്റെ എവിടെയായിരിക്കണം നമ്മൾ ഒബ്ജക്റ്റ് വെക്കേണ്ടതെന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. അറ്റ് എഫ് ആണോ, ബിറ്റ്വീൻ എഫ് ആൻഡ് 2F ആണോ, ബിയോണ്ട് 2F ആണോ, അല്ലെങ്കിൽ ബിറ്റ്വീൻ എഫ് ആൻഡ് ലെൻസ് ആണോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. നമ്മൾ വെക്കേണ്ടത് എഫ് ആൻഡ് 2Fൻ്റെ ഇടയിലാണ്. എഫിൻ്റെയും 2Fൻ്റെയും ഇടയിൽ നമ്മൾ വെക്കുമ്പോഴാണ് നമുക്ക് ആ ഒരു വലിയ ഇമേജ്, മാഗ്നിഫൈഡ് ആയിട്ടുള്ള നല്ല ഇമേജ് കിട്ടുന്നത്, റിയൽ ഇമേജ് കിട്ടുന്നത്. ദെൻ വൈ ഷുഡ് ദ ഒബ്ജക്റ്റ് നോട്ട് ബി പ്ലേസ്ഡ് അറ്റ് എനി ഓഫ് ദ അതർ ഗിവൺ പൊസിഷൻസ്. ബാക്കിയുള്ള പൊസിഷൻസ് ഒന്നും വെക്കാൻ പറ്റാത്ത എന്താണ്, അറ്റ് എഫ് വെച്ചാലും എഫിൽ വെച്ചാലും അതുപോലെ തന്നെ ബിയോണ്ട് 2F വെച്ച് കഴിഞ്ഞാലും ഒക്കെ നമുക്ക് കിട്ടുന്നത് അത് പ്രോപ്പർ അല്ലാത്ത രീതിക്കുള്ള ഇമേജ് ആയിരിക്കും കിട്ടുന്നത്. കാരണം നമുക്ക് ചെറിയ ഇമേജ് ഒക്കെ ആയിരിക്കും കിട്ടുന്നത്. ബിറ്റ്വീൻ എഫ് ആൻഡ് ലെൻസ് വെച്ച് കഴിഞ്ഞാലോ വിർച്വൽ ഇമേജ് ആയിരിക്കും കിട്ടുന്നത്. സോ നമുക്ക് മൊത്തത്തിൽ ഒരു വലിയ ഇമേജും അതുപോലെ തന്നെ റിയൽ ആയിട്ടുള്ള ഇമേജും കിട്ടണമെന്നുണ്ടെങ്കിൽ നല്ല ഒരു പൊസിഷൻ എന്ന് പറയുന്നത് എഫിൻ്റെയും 2Fൻ്റെയും ഇടയിലാണ് കേട്ടോ. യെസ്, സോ അതാണ് അതിൻ്റെ റീസൺ വരുന്നത്. Then അടുത്ത ക്വസ്റ്റ്യൻ, 7th ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് മെൻ ബൈ കാർബൺ ഫുട് പ്രിന്റ്? സജസ്റ്റ് എനി വൺ മെത്തേഡ് ടു റെഡ്യൂസ് കാർബൺ ഫുട് പ്രിന്റ്. എന്താണ് കാർബൺ പാദമുദ്ര എന്ന് എഴുതണം. അത് കുറയ്ക്കാനുള്ള ഒരു മാർഗ്ഗം എഴുതിയാൽ മതി. ഞാൻ കുറച്ചധികം മാർഗ്ഗങ്ങൾ കാണിക്കുന്നുണ്ട്. സോ എന്താണ് കാർബൺ ഫുട് പ്രിന്റ് എന്ന് പറയുന്നത്? ദ ക്വാണ്ടിറ്റി ഓഫ് ഗ്രീൻ ഹൗസ് ഗ്യാസസ് കൺവേർട്ടഡ് ആൻഡ് എക്സ്പ്രസ്ഡ് ആസ് ഇക്വലന്റ് ടു ദ മെഷർ ഓഫ് കാർബൺ ഡയോക്സൈഡ്. അതായത് ഗ്രീൻ ഹൗസ് ഗ്യാസസിന്റെ ക്വാണ്ടിറ്റി കാർബൺ ഡയോക്സൈഡിന്റെ അളവുമായിട്ട് ഇക്വാലന്റ് ചെയ്ത് എഴുതുന്ന വാല്യൂ തന്നെയാണ് നമ്മൾ കാർബൺ ഫുട് പ്രിന്റ് എന്ന് വിളിക്കുന്നത്. ഇത് കുറയ്ക്കാനുള്ള മെയിൻ മെത്തേഡ്സ് എന്ന് പറയുന്നത് റെഡ്യൂസ് ഡൊമസ്റ്റിക് എനർജി കൺസപ്ഷൻ, ഗാർഹിക ഊർജ്ജ ഉപയോഗം കുറയ്ക്കുക, അവോയ്ഡ് വേസ്റ്റിംഗ് ഫുഡ്, ഭക്ഷണം പാഴാക്കാതിരിക്കുക, യൂസ് പബ്ലിക് ട്രാൻസ്പോർട്ട്, പൊതുഗതാഗത സൗകര്യങ്ങൾ ഉപയോഗിക്കുക, റെഡ്യൂസ് വേസ്റ്റ് ബൈ യൂട്ടിലൈസിങ് റീയൂസബിൾ പ്രൊഡക്റ്റ്, വീണ്ടും ഉപയോഗിക്കാൻ പറ്റുന്ന ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചിട്ട് നമ്മൾ വേസ്റ്റ് ഉണ്ടാകുന്നത് കുറയ്ക്കാനൊക്കെ ശ്രമിക്കുക. സോ ഏതെങ്കിലും ഒരു മെത്തേഡ് എഴുതിയാൽ മതി. ദെൻ 8th ക്വസ്റ്റ്യൻ, നമുക്ക് എ ഓർ ബി ഉണ്ട്. എ നോക്കാം. An object appears green in green light, red in red light and dark in blue light. ഒരു വസ്തു പച്ചയിൽ പച്ച കാണാൻ പറ്റി, റെഡിൽ റെഡ് കാണാൻ പറ്റി, നീലയിൽ ഡാർക്ക് ആയിട്ട് കണ്ടു. അങ്ങനെയാണെങ്കിൽ ഏത് കളർ ആയിരിക്കുള്ളൂ ആ ഒബ്ജക്റ്റ് വൈറ്റ് ലൈറ്റിൽ കാണുമ്പോൾ? എന്തുകൊണ്ട്? ഏതായിരിക്കും? റെഡ് റെഡ് ആയി കണ്ടു, ഗ്രീൻ ഗ്രീൻ ആയിട്ട് കണ്ടു, ബ്ലൂ ഡാർക്ക് ആയിട്ട് കണ്ടു. സോ ബ്ലൂ ഇല്ലാത്ത ഏതോ കളറാണ്, ദാറ്റ് ഈസ് യെല്ലോ അല്ലേ. റെഡും ഗ്രീനും ചേർന്ന യെല്ലോ ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ദെൻ ഇൻ വിച്ച് കളർ വിൽ ദിസ് ഒബ്ജക്റ്റ് അപ്പിയർ ഇൻ സിയാൻ ലൈറ്റ്? സിയാനിൽ നമുക്ക് ഏത് കളറിൽ കാണാൻ പറ്റും? സിയാനിൽ നമുക്ക് കോമൺ ആയിട്ടുള്ളത് ഏതാണ്? ഗ്രീൻ ആണ്. യെല്ലോയിലും ഗ്രീൻ ഉണ്ട്, സിയാനിലും ഗ്രീൻ ഉണ്ട്. സോ ഗ്രീൻ കളറിലായിരിക്കും കാണാൻ പറ്റുന്നത്. ഓക്കെ, വിത്ത് റീസൺ എഴുതണം കേട്ടോ. സോ യെല്ലോയിലാണ് നമുക്ക് ഒബ്ജക്റ്റ് ഉള്ളത്. ആൻഡ് ഒബ്ജക്റ്റ് അപ്പിയേഴ്സ് ഗ്രീൻ ഇൻ ഗ്രീൻ ലൈറ്റ് ആൻഡ് റെഡ് ഇൻ റെഡ് ലൈറ്റ് ആൻഡ് ഡാർക്ക് ഇൻ ബ്ലൂ ലൈറ്റ് ആൻഡ് ഇറ്റ്സ് കളർ ഈസ് യെല്ലോ അല്ലേ. യെല്ലോ ഈസ് ദ കോമ്പിനേഷൻ ഓഫ് ദ പ്രൈമറി കളേഴ്സ് ഗ്രീൻ ആൻഡ് റെഡ്. ഇറ്റ് റിഫ്ലെക്ട്സ് എ യെല്ലോ കളർ ഇൻ വൈറ്റ് ലൈറ്റ്. ദെൻ നമുക്കത് സിയാൻ ലൈറ്റിൽ ഗ്രീൻ ആയിട്ട് കാണാൻ പറ്റും, ബിക്കോസ് സിയാൻ ഇസ് എ കോമ്പിനേഷൻ ഓഫ് ദ പ്രൈമറി കളേഴ്സ് ഗ്രീൻ ആൻഡ് ബ്ലൂ. അതിനകത്ത് ഗ്രീൻ കോമൺ ആയിട്ടുള്ളതുകൊണ്ടാണ് നമുക്ക് സിയാനിൽ അത് ഗ്രീൻ ആയിട്ട് കാണുന്നത്. യെസ്. അതിൻ്റെ ബി പാർട്ട് നോക്കാം. വൈറ്റ് ലൈറ്റ് ഈസ് പാസ്ഡ് ത്രൂ എ മജന്ത ഫിൽറ്റർ. വൈറ്റ് ലൈറ്റ് നമ്മൾ ആദ്യം ഒരു മജന്ത ഫിൽറ്ററിലോട്ട് കടത്തി വിട്ടു, ദെൻ ത്രൂ എ യെല്ലോ, എന്നിട്ട് ഒരു യെല്ലോയിലേക്ക് കടത്തി വിട്ടു, ദെൻ ഫൈനലി റെഡിലേക്ക് കൂടെ കടത്തി വിട്ടു. അങ്ങനെയാണെങ്കിൽ എന്നിട്ട് നമ്മളൊരു വൈറ്റ് വാളിലേക്ക് അതിനെ പ്രൊജക്ട് ചെയ്തു. എ പാർട്ടിൽ വിച്ച് കളേഴ്സ് ഓഫ് ലൈറ്റ് വിൽ പാസ് ത്രൂ ദ മജന്ത ഫിൽറ്റർ? മജന്ത ഫിൽറ്ററിൽ കൂടെ ഏതൊക്കെ കളറുകൾ പാസ് ചെയ്ത് പോയിട്ടുണ്ടായിരിക്കും, എന്തുകൊണ്ട്? ഓക്കെ, മജന്ത ഫിൽറ്ററിൽ കൂടെ നമ്മൾ വൈറ്റ് ലൈറ്റ് പാസ് ചെയ്ത് കഴിഞ്ഞാൽ കടന്നു പോകുന്ന കളേഴ്സ് എന്തൊക്കെയായിരിക്കും? മജന്തയിലുള്ള കളേഴ്സ് ആയിരിക്കും, ദാറ്റ് ഈസ് റെഡ് ആൻഡ് ബ്ലൂ ആയിരിക്കും പാസ് ചെയ്തിട്ടുണ്ടാവുന്നത്. വൈ എന്ന് ചോദിച്ചിട്ടുണ്ട്, കാരണം മജന്തയിലുള്ള കളേഴ്സ് റെഡും ബ്ലൂവുമാണ്. ദെൻ ബിയിൽ വിച്ച് കളർ വിൽ ഫാൾ ഓൺ ദ വൈറ്റ് വാൾ? വൈറ്റ് വാൾ നമുക്ക് കാണാൻ പറ്റുന്നത് ഏതൊക്കെ കളേഴ്സ് ആയിരിക്കും? മജന്ത ഫിൽറ്ററിൽ കൂടെ പാസ് ചെയ്തപ്പോൾ റെഡും അതുപോലെ ബ്ലൂവും കടന്നുപോയി. ദെൻ നമ്മളതിന് യെല്ലോ ഫിൽറ്ററിൽ കൂടെ കടത്തി വിടുമ്പോൾ റെഡും ബ്ലൂവും ആണ് കടന്നു പോകുന്നത്. യെല്ലോയിൽ റെഡ് മാത്രമേ ഉള്ളൂ, സോ ബ്ലൂ കടക്കില്ല,
റെഡ് മാത്രം കടന്നു പോകും. ലാസ്റ്റ് റെഡിൽ കൂടെ കടത്തി വിടുമ്പോൾ റെഡിൽ കൂടെ കടന്നു പോകുന്നു. അപ്പോൾ നമുക്ക് ലാസ്റ്റ് വൈറ്റ് വാളിൽ കിട്ടുന്നത് റെഡ് കളർ ആയിരിക്കും. ഓക്കെ, സോ നമുക്ക് എയുടെ ആൻസർ വരുന്നത് റെഡും ബ്ലൂവും ആണ് അല്ലെ. മജന്തയിൽ കൂടെ കടന്നു പോകുന്നത് റെഡും ബ്ലൂവും ആയിരിക്കുള്ളൂ, കാരണം മജന്തയിലുള്ള കളേഴ്സ് എന്ന് പറയുന്നത് റെഡും ബ്ലൂവും ആണ്. ദെൻ ലാസ്റ്റ് നമുക്ക് വൈറ്റ് വാളിൽ കാണാൻ പറ്റുന്ന കളർ റെഡ് ആയിരിക്കുള്ളൂ, കാരണം ബാക്കി എല്ലാവരെയും അതിനുള്ളിൽ കൂടെ നമുക്ക് യെല്ലോ കൂടെ കടന്നു പോകുമ്പോൾ ബ്ലൂവിനെല്ലാം കളഞ്ഞു പോയിട്ടുണ്ടാവും. സോ ബാക്കി നമുക്ക് വരുന്നത് റെഡ് മാത്രമായിരിക്കും കേട്ടോ. ദെൻ 9th ക്വസ്റ്റ്യൻ നോക്കാം. ഒരു ഫിഗർ തന്നിട്ടുണ്ട്. വാട്ട് ഫോം ഓഫ് ഇലക്ട്രിസിറ്റി ഈസ് ഒബ്റ്റൈൻഡ് ഇൻ ദ എക്സ്റ്റേണൽ സർക്യൂട്ട് വെൻ ദ ആർമേച്ചർ ഓഫ് ദിസ് ഡിവൈസ് റൊട്ടേറ്റ്സ്? ജസ്റ്റ് ഫൈവ് യുവർ ആൻസർ. ഇത് നമ്മൾ കറക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എക്സ്റ്റേണൽ സർക്യൂട്ടിൽ കിട്ടുന്ന ഫോം ഓഫ് കറണ്ട് ഏതായിരിക്കും എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഇത് നമുക്കറിയാം, ഇവിടെ സ്പ്ലിറ്റ് റിംഗ് ആയതുകൊണ്ട് തന്നെ ഇത് DC ജനറേറ്റർ ആണ്. സോ എക്സ്റ്റേണൽ സർക്യൂട്ടിൽ കിട്ടുന്നത് DC കറണ്ട് ആയിരിക്കുള്ളൂ. ദെൻ ഇഫ് ദ ആർമേച്ചർ ഈസ് കെപ്റ്റ് സ്റ്റേഷനറി ആൻഡ് ദ ഫീൽഡ് മാഗ്നറ്റ് ഈസ് റൊട്ടേറ്റഡ്, ആർമേച്ചർ സ്റ്റേഷനറി ആക്കി വെച്ചുകൊണ്ട് ഫീൽഡ് മാഗ്നറ്റ് കറക്കി കഴിഞ്ഞാൽ വാട്ട് ഫോം ഓഫ് ഇലക്ട്രിസിറ്റി വിൽ ബി ഒബ്റ്റൈൻഡ് ഇൻ ദ എക്സ്റ്റേണൽ സർക്യൂട്ട്? അപ്പോൾ നമുക്ക് കിട്ടുന്ന എക്സ്റ്റേണൽ സർക്യൂട്ടിലുള്ള ഇലക്ട്രിസിറ്റി ഏതായിരിക്കും? AC ആയിരിക്കും. കാരണം ആർമേച്ചറിനകത്ത് എന്ത് വന്നു കഴിഞ്ഞാലും AC ജനറേറ്റർ ആണെങ്കിലും DC ജനറേറ്റർ ആണെങ്കിലും ആർമേച്ചറിലുള്ളത് AC ആയിരിക്കും, AC കറണ്ട് ആയിരിക്കുള്ളൂ. അതിനെ എക്സ്റ്റേണലിലേക്ക് കൊടുക്കണോ വേണ്ടിയും തീരുമാനിക്കുന്ന നമ്മുടെ സ്പ്ലിറ്റ് റിംഗ് ആണല്ലേ. സോ നമ്മൾ ആർമേച്ചർ അവിടെ നിർത്തിക്കൊണ്ട് മാഗ്നറ്റിനെ മാത്രം കറക്കി കഴിഞ്ഞാൽ അവിടെ സ്പ്ലിറ്റ് റിങ്ങിന് അവിടെ വ്യത്യാസം, സ്പ്ലിറ്റ് റിംഗ് അവിടെ കറങ്ങുന്നില്ല. സോ അതുകൊണ്ട് തന്നെ അവിടെ കറണ്ട് ഷിഫ്റ്റ് സംഭവിക്കുന്നില്ല. സോ നമുക്ക് പുറത്തേക്ക് വരുന്നതും AC തന്നെയായിരിക്കും, DC ആയിട്ട് മാറുന്നില്ല. ഓക്കെ, യെസ്, അതാണ് അതിൻ്റെ എക്സ്പ്ലനേഷൻ കറക്റ്റ് ആയിട്ട് വരുന്നത്. എയുടെ ആൻസർ വരുന്നത് DC ആണ്, ഔട്ട്പുട്ടിൽ വരുന്നത് DC ആണ്, കാരണം അത് സ്പ്ലിറ്റ് റിംഗ് ആയിട്ടുള്ള കമ്മ്യൂട്ടേറ്റർ ആണ്. സോ DC ജനറേറ്റർ ആണ് അതിൽ കാണിച്ചിട്ടുള്ളത്. ബിയിൽ നമുക്ക് പുറത്തേക്ക് വരുന്ന കറണ്ട് AC ആയിരിക്കും, കാരണം നമ്മൾ മാഗ്നറ്റ് അവിടെ ആർമേച്ചർ അവിടെ വെച്ചുകൊണ്ട് മാഗ്നറ്റ് കറക്കി കഴിഞ്ഞാൽ സ്പ്ലിറ്റ് റിംഗ് അവിടെ റൊട്ടേറ്റ് ചെയ്യുന്നില്ല. ഓക്കെ, ദെൻ 10th question. A transformer without any power loss operating at 240 volt has 3000 turns in the primary and 750 turns in the secondary. What is the voltage across the secondary? സെക്കൻഡറിയിലുള്ള വോൾട്ടേജ് കണ്ടുപിടിക്കണം. VS by VP is equal to NS by NP ആണ് നമ്മുടെ ഇക്വേഷൻ. VS is equal to VP into NS by NP ആണ് വരുന്നത്. VPയുടെ വാല്യൂ എന്ന് പറയുന്നത് പ്രൈമറിയിലുള്ള വോൾട്ടേജ് എന്ന് പറയുന്നത് 240 വോൾട്ടേജ് ആണ്. സെക്കൻഡറിയിലുള്ള നമ്പർ ഓഫ് ടേൺസ് എന്ന് പറയുന്നത് 750 ആണ്. പ്രൈമറിയിലുള്ള നമ്പർ ഓഫ് ടേൺസ് എന്ന് പറയുന്നത് 3000 ആണ്. ഇതെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് VSന്റെ വാല്യൂ കിട്ടുന്നത് ഒരു 60 ആയിരിക്കും കേട്ടോ. 60 എന്നാണ് നമുക്ക് വാല്യൂ കിട്ടുന്നത്. ആൻഡ് അടുത്ത ക്വസ്റ്റ്യൻ, ഇഫ് ദ പവർ ഇൻ ദ സെക്കൻഡറി ഈസ് 480 വോൾട്ട്, അതായത് നമുക്ക് സെക്കൻഡറിയിലുള്ള പവർ എന്ന് പറയുന്നത് 480 വാട്ട് ആണെങ്കിൽ വാട്ട് ഈസ് ദ പ്രൈമറി കറണ്ട്? പ്രൈമറി കറണ്ട് കണ്ടുപിടിക്കണം. സെക്കൻഡറിയിലുള്ള പവർ തന്നെ ആയിരിക്കുള്ളൂ നമുക്ക് പ്രൈമറിയിലുള്ള കറണ്ട് അല്ലേ, രണ്ടും ഈക്വൽ ആണ്. സോ പ്രൈമറിയിലുള്ള കറണ്ട് എന്താണ്? പവർ എന്താണ്? 480 വാട്ട് തന്നെയാണ്. പ്രൈമറിയിലുള്ള കറണ്ട് കണ്ടുപിടിക്കണം. സോ പ്രൈമറിയിലുള്ള വോൾട്ടേജ് എത്രയായിരുന്നു? പ്രൈമറിയിലുള്ള വോൾട്ടേജ് 240 വോൾട്ട് ആയിരുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് കറണ്ട്, പ്രൈമറിയിലുള്ള കറണ്ട് ഈസ് ഈക്വൽ ടു പ്രൈമറിയിലുള്ള പവർ ബൈ പ്രൈമറിയിലുള്ള വോൾട്ടേജ് ചെയ്താൽ മതി. ദാറ്റ് ഈസ് 480 ബൈ 240 ചെയ്താൽ നമുക്ക് കിട്ടുന്നത് 2 ആംപിയർ കറണ്ട് ആയിരിക്കും അല്ലേ. 2 ആംപിയർ അല്ലേ കിട്ടിയിരിക്കുന്നത്? യെസ്. ഓക്കെ, 1 മാർക്ക് അവിടെ പോകട്ടോ. ദെൻ 11th ക്വസ്റ്റ്യൻ, ഇനിയുള്ളത് 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ്. 11th കൂടി കഴിഞ്ഞാലുള്ള 3 മാർക്ക്, ഇത് 2 മാർക്കിന്റെ ആണ്. ദ ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് എ സേഫ്റ്റി ഫ്യൂസ് ഈസ് ദ ഫ്യൂസ് വയർ. ഓക്കെ, വാട്ട് ആർ ദ പ്രോപ്പർട്ടീസ് ഓഫ് എ ഫ്യൂസ് വയർ? ഫ്യൂസ് വയറിന്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്? മെയിൻ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ലോ മെൽറ്റിംഗ് പോയിന്റ് അല്ലേ, ദ്രവണാംഗം കുറവായിരിക്കുള്ളൂ. അതുപോലെ തന്നെ മെയിൻ ആയിട്ടുള്ള വേറെ കുറച്ച് കാര്യങ്ങൾ വരുന്നത് ഓക്സിഡേഷൻ റെസിസ്റ്റൻസ് കൂടുതലായിരിക്കും. അതുപോലെ ചുവന്ന് ചുട്ടുപഴുത്ത് റെഡ് ഹോട്ട് സ്റ്റേറ്റിൽ ഇരിക്കാനുള്ള ഒരു കപ്പാസിറ്റി കൂടുതലായിരിക്കും. അത് ഏത് വേണമെങ്കിലും എഴുതാം കേട്ടോ. സോ ഒരു 2 പ്രോപ്പർട്ടീസ് എന്തായാലും എഴുതി വെക്കാം. ദെൻ ബിയിൽ വരുന്നത് വാട്ട് സിറ്റുവേഷൻസ് കുഡ് ലീഡ് ടു ആൻ എക്സസീവ് കറണ്ട് ദാറ്റ് കോസസ് എ ഫ്യൂസ് വയർ ടു മെൽറ്റ്? എങ്ങനെ, ഏതൊക്കെ സാഹചര്യങ്ങളിലായിരിക്കും ഫ്യൂസ് വയർ മെൽറ്റ് ആവുന്നത്? ഒന്നില്ലെങ്കിൽ ഓവർലോഡിങ് വരാം, അല്ലെങ്കിൽ ഷോർട്ട് സർക്യൂട്ട് വരാം. ഇതൊക്കെയാണ് മെയിൻ റീസൺസ് വരുന്നത് കേട്ടോ. യെസ്. ഓക്കെ, അപ്പോൾ പ്രോപ്പർട്ടീസ് ഒരു 1-2 എഴുതാം. അതുപോലെ തന്നെ റീസൺ വരുന്നത് ഓവർലോഡിങ്ങും ഷോർട്ട് സർക്യൂട്ടൊക്കെയാണ്. ദെൻ 12th ക്വസ്റ്റ്യൻ, ഇനി മുതലാണ് 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് വരുന്നത്. ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എ കംപ്രഷൻ ആൻഡ് ദ അഡ്ജസന്റ് റെയർ ഫ്രാക്ഷൻ ഓഫ് എ സൗണ്ട് വേവ് ഈസ് 17.5 സെന്റിമീറ്റർ. ഒരു കംപ്രഷനും അടുത്തുള്ള റെയർ ഫ്രാക്ഷനും തമ്മിലുള്ളതാണ് 17.5. അപ്പോൾ നമുക്ക് വേവ് ലെങ്ത് എത്ര വരും? അതിന്റെ ഇരട്ടിയാണ്, കാരണം കംപ്രഷനും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് വേവ് ലെങ്ത്. സോ ഇതിന്റെ ഇരട്ടി വേണം വരാനായിട്ട്. സോ 17.5 × 2 ആയിരിക്കും വേവ് ലെങ്ത് വരുന്നത്, വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് 35 സെന്റിമീറ്റർ അല്ലെങ്കിൽ 0.35 മീറ്റർ ആണ് അവിടെ വേവ് ലെങ്ത് വരുന്നത്. This wave takes 2 seconds to travel a distance of 1400 meter. ഈ വേവിന് 2 സെക്കൻഡ് സമയം കൊണ്ടാണ് 1400 ഡിസ്റ്റൻസ് കവർ ചെയ്തിരിക്കുന്നത്. സോ നമുക്ക് അതിന് സ്പീഡും കാൽക്കുലേറ്റ് ചെയ്യാം. ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു 1400 മീറ്റർ ആണ്. ടൈം ഈസ് ഈക്വൽ ടു 2 സെക്കൻഡ്സ് ആണ്. സ്പീഡ് ഈസ് ഈക്വൽ ടു d/2 വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് 700 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ എ പാർട്ടിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ വേവ് ലെങ്ത് എത്രയാണെന്നാണ്. അത് ഓൾറെഡി നമുക്ക് കിട്ടിക്കഴിഞ്ഞു, 35 സെന്റിമീറ്റർ ആണ്.
വാട്ട് ഈസ് ദ ഫ്രീക്വൻസി ഓഫ് ദ വേവ്? ഫ്രീക്വൻസി നമുക്ക് കണ്ടുപിടിക്കണം. ഫ്രീക്വൻസി കണ്ടുപിടിക്കാനുള്ള മെയിൻ മെത്തേഡ് എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മുടെ സ്പീഡ് ഈസ് ഈക്വൽ ടു എഫ് ലാംഡയാണല്ലേ, ഫ്രീക്വൻസി ഇൻറ്റു വേവ് ലെങ്ത് ആണ്. വേവ് ലെങ്ത്തും അറിയാം, അതുപോലെ തന്നെ നമുക്ക് എന്തും അറിയാം, സ്പീഡും അറിയാം. സോ എഫ് ഈസ് ഈക്വൽ ടു വി ബൈ ലാംഡയാണ്. വി എത്രയായിരുന്നു? നമുക്ക് 700 ആണ് കിട്ടിയത്. ലാംഡ 0.35 മീറ്റർ ആണ്. അതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടുന്നു? ഫ്രീക്വൻസി കിട്ടുന്നു. എത്രയാണ് കിട്ടുന്നത്? 2000 ഹെർട്സ് ആണ് നമുക്ക് ആൻസർ കിട്ടുന്നത് കേട്ടോ. യെസ്. 13ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ആൻ ഒബ്ജക്ട് പ്ലേസ്ഡ് ഇൻ ഫ്രണ്ട് ഓഫ് എ ലെൻസ് പ്രൊഡ്യൂസസ് ആൻ ഇറക്റ്റ് ഇമേജ്. നിവർന്നൊരു ഇമേജ് കിട്ടുന്നുണ്ട്. വിത്ത് മാഗ്നിഫിക്കേഷൻ എത്രയാണ്? 1/2 ആണ്. വാട്ട് ഈസ് ദ ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്ട് കമ്പയർഡ് ടു ദ ഹൈറ്റ് ഓഫ് ദ ഇമേജ്? മാഗ്നിഫിക്കേഷൻ 1/2, HI/HO എന്ന് പറയുന്നത് 1/2 ആണെങ്കിൽ ഹൈറ്റ് ഓഫ് ദി ഇമേജ് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു HO ആയിരിക്കും. ദാറ്റ് ഈസ് നമുക്ക് 2 ടൈംസ് ഡബിൾ ആയിരിക്കുള്ളൂ നമുക്ക് എന്ത് കിട്ടുന്നത്? നമ്മുടെ ഒബ്ജക്റ്റിൻ്റെ ഹൈറ്റ് കിട്ടുന്നത്. സോ ദെൻ യെസ്, നമ്മുടെ ബി പാർട്ടിൽ ചോദിച്ചിട്ടുള്ളത് ഡ്രോ ദ ഇമേജ് ഫോർമേഷൻ ഇൻ ദിസ് കേസ്. ഈ കേസിലുള്ള ഇമേജ് ഫോർമേഷൻ വരക്കാനുള്ളതാണ് നമുക്ക് അടുത്തത്. ഇവിടെ നമുക്ക് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ്? യെസ്, ഡബിൾ ആണ്, ഒബ്ജക്റ്റിൻ്റെ ഹൈറ്റ് ഡബിൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ നമുക്ക് അതിൽ നിന്നൊരു കാര്യം മനസ്സിലാക്കാൻ പറ്റുന്നത് ഇറക്റ്റുമാണ്, അതുപോലെ തന്നെ ഇമേജ് ചെറുതുമാണ്. ഇമേജ് ചെറുതും അതുപോലെ ഇറക്റ്റും വരുന്നത് ഒരൊറ്റ കേസ് മാത്രമേ ഉള്ളൂ, നമ്മുടെ കോൺകേവ് ലെൻസിൻ്റെ കേസാണ്. സോ കോൺകേവ് ലെൻസിൽ ആ ഒരു കേസ് നമ്മൾ ഡ്രോ ചെയ്ത് വെക്കാം കേട്ടോ. യെസ്. ദെൻ അടുത്തത് 14ന് എയും ബിയും ഉണ്ട്. ഏതെങ്കിലും ഒരു സെറ്റ് മാത്രം എഴുതിയാൽ മതി. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 14ന്റെ എ പാർട്ട് നോക്കിക്കഴിഞ്ഞാൽ വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ടു ദ നിയർ പോയിന്റ് ഓഫ് എ ഹെൽത്തി ഹ്യൂമൻ ഐ? നിയർ പോയിന്റ് നമുക്ക് വരുന്നത് 25 സെന്റിമീറ്റർ ആണ്. ദെൻ ഹൗ ഡസ് ദിസ് ഡിസ്റ്റൻസ് ചേഞ്ച് ഫോർ എ പേഴ്സൺ സഫറിംഗ് ഫ്രം പ്രസ്ബയോപ്പിയ? പ്രസ്ബയോപ്പിയ ഉള്ള ഒരാൾക്ക് എത്രയായിരിക്കും ഇതിന്റെ വാല്യൂ വരുന്നതെന്ന് ചോദിച്ചാൽ 25ന്റെ ആ ഒരു റേഞ്ചിലായിരിക്കും നമുക്ക് വരേണ്ടത്. പക്ഷേ അതിനേക്കാൾ കൂടുതലായിരിക്കുള്ളൂ അവർക്ക് വരുന്നത്, പ്രസ്ബയോപ്പിയക്ക് വരുന്നത്. ദ പവർ ഓഫ് അക്കോമഡേഷൻ എങ്ങനെയായിരിക്കും അവർക്ക്? കൂടുതലായിരിക്കും, കുറവായിരിക്കും? കുറവായിരിക്കും. പവർ ഓഫ് അക്കോമഡേഷൻ കുറവുമായിരിക്കും കേട്ടോ. യെസ്. അപ്പോൾ 25 സെന്റിമീറ്റർ അതിൽ കൂടുതലായിരിക്കുള്ളൂ പ്രസ്ബയോപ്പിയക്കാർക്ക്, ആൻഡ് പവർ ഓഫ് അക്കോമഡേഷൻ കുറവുമായിരിക്കും. യെസ്. ദെൻ അടുത്തത് അതിന്റെ ബി പാർട്ട് നോക്കിയാൽ വേർ ഈസ് എ ഫാർ പോയിന്റ് ഓഫ് ഇൻഡിവിജ്വൽസ് വിത്ത് ദിസ് ഡിഫക്റ്റ്? ഈ ഡിഫക്റ്റ് ഏതാണെന്നുള്ള കാര്യം ആദ്യം ഒന്ന് ഐഡന്റിഫൈ ചെയ്യണം. ഇത് മയോപ്പിയ ആണ് കേട്ടോ. ഇത് മയോപ്പിയ ആണ്. ഇവർക്ക് അവരുടെ ഫാർ പോയിന്റ് എവിടെയായിരിക്കും? ഇൻഫിനിറ്റിയിലായിരിക്കും, അവിടെ വരെ എത്തില്ല അല്ലേ. അറ്റ് എ സർട്ടൺ ഡിസ്റ്റൻസിലായിരിക്കും അവർക്ക് ഫാർ പോയിന്റ് വരുന്നത്. റൈറ്റ് 2 റീസൺ ഫോർ ദിസ് ഡിഫക്റ്റ്. ഇതിനുള്ള 2 കാരണങ്ങൾ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ഒന്നില്ലെങ്കിൽ നമ്മുടെ ഐബോളിന്റെ ഇലോങ്ങേഷൻ എഴുതാം, അല്ലെങ്കിൽ പവർ കൂടുന്നത് എഴുതാം കേട്ടോ. ദെൻ സിയിൽ ഹൗ ക്യാൻ ദിസ് ഡിഫക്റ്റിനെ എങ്ങനെ കറക്റ്റ് ചെയ്യാൻ പറ്റും? കോൺകേവ് ലെൻസ് ഉള്ളൊരു പവർ, നല്ല സ്യൂട്ടബിൾ പവർ ഉള്ളൊരു കോൺകേവ് ലെൻസ് യൂസ് ചെയ്താൽ മതി. യെസ്. ഓക്കെ. സർട്ടൺ ഡിസ്റ്റൻസിലായിരിക്കും അവർക്ക് വരുന്നത്, ആൻഡ് സൈസ് ഓഫ് ഐബോൾ കൂടുതലായിരിക്കും, അല്ലെങ്കിൽ പവർ ഓഫ് ലെൻസ് കൂടുതലായിരിക്കും. ദെൻ നമുക്കൊരു കോൺകേവ് ലെൻസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് സോർട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ. ദെൻ 15ാമത്തെ ക്വസ്റ്റ്യൻ. ഒബ്സർവ് ദ ഫിഗർ ഷോയിങ് എ കണ്ടക്ടർ. യെസ്, ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ നമുക്ക് 2 മാഗ്നറ്റിൻ്റെ ഇടയിലായിട്ട് ഒരു കണ്ടക്ടർ വെച്ചിട്ടുണ്ട്, എ ബി എന്ന് പറയുന്ന ഒരു കണ്ടക്ടർ വെച്ചിട്ടുണ്ട്, ആൻഡ് കറണ്ട് ഇവിടുന്ന് നമ്മൾ കൊടുക്കുന്നുണ്ട്. സോ അങ്ങനെയാണെങ്കിൽ കണ്ടക്ടർ മൂവ് ചെയ്യുന്നത് ഏത് ഡയറക്ഷനിലാണെന്നുള്ളത് നമ്മൾ എഴുതണം. അത് സഹായിച്ച ലോ ഏതാണെന്നുള്ളതും എഴുതണം കേട്ടോ. സോ നമുക്ക് കറണ്ട് ഇത് എങ്ങനെ പോയി കഴിയുമ്പോൾ ഇത് ഇവിടെ നിന്ന് ഇങ്ങനെയായിരിക്കുള്ളൂ നമ്മുടെ കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. എങ്ങോട്ടായിരിക്കും കറണ്ട് ഫ്ലോ ചെയ്യുന്നത്? ആൻഡ് നോർത്തിൽ നിന്ന് സൗത്തിലേക്ക് എന്ത് പോകുന്നു? നമ്മുടെ ഫീൽഡും പോകുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കണ്ടക്ടർ മൂവ് ചെയ്യുന്നത് മുകളിലേക്കായിരിക്കും, അപ്വേർഡ് ഡയറക്ഷനിലായിരിക്കും. ലോ ഏതാണ്? ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂള്. എക്സ്പ്ലെയിൻ വൈ ദ കണ്ടക്ടർ ഇസ് മൂവിങ് ഇൻ ദിസ് ഡയറക്ഷൻ. ഇങ്ങനെ മൂവ് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ തന്നെ എഴുതി വെച്ചാൽ മതി. അതിന്റെ രീതിക്കുള്ള എക്സ്പ്ലനേഷൻ മതി. ഫോഴ്സസ് എക്സ്പീരിയൻസ്ഡ് ബൈ എ കറണ്ട് ക്യാരിങ് കണ്ടക്ടർ പ്ലേസ്ഡ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ് ഇറ്റ്സ് ഡയറക്ഷൻ ഈസ് ഗിവൺ ബൈ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ. ഓക്കെ. യെസ്. Then 16th question. A conducting wire AB is bent in the form of a loop. The 2 ends of this wire are connected to a battery. Okay. എന്നിട്ട് നമ്മൾ ഒരു ലൂപ്പ് പോലെ വളച്ചു വെച്ചിരിക്കുന്ന ഒരു കണ്ടക്റ്റിംഗ് വയർ ഉണ്ട്. എന്നിട്ട് ബാറ്ററി ആയിട്ട് കണക്ട് ചെയ്ത് അതിൽ കൂടെ കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ട് അല്ലേ. പ്ലസിൽ നിന്ന് മൈനസിലേക്ക് ഇത് എങ്ങനെയായിരിക്കും കറണ്ട് പോകുന്നത്? എയിലെയും ബിയിലെയും ഫീൽഡിന്റെ ഡയറക്ഷൻ ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ. ഫോഴ്സിന്റെ ഡയറക്ഷൻ അല്ല, ഫീൽഡിന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കണം. സോ വാട്ട് ഈസ് ദ ഡയറക്ഷൻ ഓഫ് ദ മാഗ്നറ്റിക് ഫീൽഡ് ഫോംഡ് അറൌണ്ട് ദ കണ്ടക്ടർ അറ്റ് പോയിന്റ്സ് എ ആൻഡ് ബി വെൻ ദ സ്വിച്ച് ഈസ് ടേൺഡ് ഓൺ? എയിൽ എങ്ങനെയാണ് കണ്ടുപിടിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റൈറ്റ് ഹാൻഡ് തമ്പ് റൂളാണ് ഇവിടെ യൂസ് ചെയ്യേണ്ടത് അല്ലേ. ഇവിടെ കറണ്ട് ദേ മുകളിലേക്കാണ് പോകുന്നത്. കറണ്ട് മുകളിലേക്ക് പോകുമ്പോൾ നമ്മൾ ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ ദേ ഈ ഒരു ഡയറക്ഷനിലായിരിക്കുള്ളൂ, അതായത് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരിക്കുള്ളൂ അവിടെ എന്ത് മൂവ് ചെയ്യുന്നത്? നമ്മുടെ കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. അതുപോലെ തന്നെ ബി എന്ന് പറയുന്നത് ഇതിൽ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരിക്കുള്ളൂ മൂവ് ചെയ്യുന്നത് കേട്ടോ. യെസ്. ഇവിടെ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് നമ്മുടെ റൈറ്റ് ഹാൻഡ്, മാക്സ്വെല്ലിന്റെ റൈറ്റ് ഹാൻഡ് തമ്പ് റൂളാണ്. എക്സ്പ്ലെയിൻ ഹൗ വിൽ യു ഡിറ്റർമൈൻ ദ ഡയറക്ഷൻ ഓഫ് ദ മാഗ്നറ്റിക് ഫീൽഡ് വെൻ കറണ്ട് പാസസ് ത്രൂ ദ കണ്ടക്ടർ ലൂപ്പ്? എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഫ് ദ ഡയറക്ഷൻ ഓഫ് ദ കറണ്ട് ഇൻ ദ കണ്ടക്ടർ ലൂപ്പ് ഈസ് ക്ലോക്ക് വൈസ് ദ ഡയറക്ഷൻ ഓഫ് ദ മാഗ്നറ്റിക് ഫീൽഡ് വിൽ ബി ഇൻ ടു ദ കോയിൽ. ഓക്കെ. കോയിലിൻ്റെ അകത്തേക്കായിരിക്കുള്ളൂ. ഇത് നമുക്ക് റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ വെച്ചിട്ട് പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും. യെസ്. ദെൻ 17th question.
എ ബി ഉണ്ട്, രണ്ട് സെറ്റ് ഉണ്ട്, ഏതെങ്കിലും ഒരെണ്ണം എഴുതിയാൽ മതി. ഇലക്ട്രിക് ഹീറ്റിംഗ് അപ്ലയൻസ് മാർക്ക്ഡ് 800 watt 240 volt operates for 10 minutes. കാൽക്കുലേറ്റ് ദ ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് പ്രൊഡ്യൂസ്ഡ്. അപ്പോൾ നമുക്കവിടെ പവറും തന്നിട്ടുണ്ട്, വോൾട്ടേജും തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ടൈമും തന്നിട്ടുണ്ട്. അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹീറ്റ് കണ്ടുപിടിക്കുക. പവർ ഉണ്ടോ ടൈം ഉണ്ടോ, നേരെ നമുക്ക് H=PT എന്ന് പറയുന്ന ഇക്വേഷൻ വെച്ചിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈമിനെ മിനിറ്റ് എന്നുള്ള സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യണം, SI-ലേക്ക് കൺവേർട്ട് ചെയ്യണം, എന്നിട്ട് വേണം കാൽക്കുലേറ്റ് ചെയ്യാൻ. സോ H=P×T വെച്ചിട്ട് നമ്മൾ അത് കാൽക്കുലേറ്റ് ചെയ്യാം. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് വിൽ ബി ദ പവർ ഓഫ് ദ അപ്ലയൻസ് ഇഫ് ദ വോൾട്ടേജ് ഇസ് 120 വോൾട്ട്? പവർ എത്രയായിരിക്കും? വോൾട്ടേജ് 120 വോൾട്ട് ആയിരുന്നു, വോൾട്ടേജ് 240 ആയിരുന്നപ്പോൾ 800 വാട്ട് ആയിരുന്നു. വോൾട്ടേജ് 120 ആയി കഴിഞ്ഞാൽ പവർ എത്രയായിരിക്കും? ഇത് കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ ആദ്യം എന്ത് കണ്ടുപിടിക്കണം? റെസിസ്റ്റൻസ് കണ്ടുപിടിക്കണം. ഓക്കെ, നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് എ ക്വസ്റ്റിനിൽ വരുന്നത് നമുക്ക് H=P×T വെച്ചിട്ടാണ്. 800 × 10 × 60. 60 തന്നിരിക്കുന്നത് ടൈമിനെ മിനിറ്റിൽ നിന്ന് സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്തതാണ് കേട്ടോ. നമുക്ക് ആൻസർ കിട്ടുന്നത് 480 കിലോ ജൂൾ. ഓക്കെ, അതായത് 480 കിലോ ജൂൾ ആണ് ഇവിടെ ആൻസർ വരുന്നത്. ബിയിൽ നമ്മളോട് ചോദിച്ചത് 120 വോൾട്ടിലേക്ക് നമ്മൾ വോൾട്ടേജ് മാറ്റി കഴിഞ്ഞാൽ പവർ എത്രയായിരിക്കും? ഓൾറെഡി നമുക്കറിയാം പവർ V²R ആണ്. അതൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് R എന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റും. റെസിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. V²P വെച്ചിട്ട് 240 × 240 / 800. അപ്പോൾ നമുക്ക് 72 ഓം ആയിരിക്കും എന്ത് കിട്ടിയത്? നമ്മുടെ റെസിസ്റ്റൻസ് കിട്ടിയത്. ഇനി നമ്മൾ നേരെ എന്ത് ചെയ്താൽ മതി? നമുക്കറിയാം R കിട്ടിയിട്ടുണ്ട്, അതുപോലെ തന്നെ ഇപ്പോൾ പവറും അറിയാം, വോൾട്ടേജും അറിയാമെങ്കിൽ പവർ എത്രയായിരിക്കും എന്നാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സോ പവർ V²R ആണ്. ഓക്കെ, പവർ V²R ആണ്. പുതിയ V എന്ന് പറയുന്നത് 120 ആണ്, ഡിവൈഡ് ബൈ R 72 ആണ്. സോ നമുക്ക് കിട്ടുന്ന ആൻസർ 200 വാട്ട് ആണ് കേട്ടോ. യെസ്. ഇനി അതിന്റെ ബി പാർട്ട് നോക്കിയാൽ എ ഹീറ്റിംഗ് അപ്ലയൻസ് ഇസ് മാർക്ക്ഡ് 1000 വാട്ട് ആൻഡ് 230 വോൾട്ട്. ഓക്കെ, 1000 വാട്ട് എന്നും അതുപോലെ 230 വോൾട്ട് എന്നും എഴുതിയിട്ടുണ്ട്. ഇതിന്റെ അർത്ഥം എന്താണ്? വാട്ട് ഡസ് ഇറ്റ് മീൻ? അതായത് 230 വോൾട്ടിൽ അത് എത്ര പവർ തരും? 1000 വാട്ട് തരും എന്നാണ് അത് പറയുന്നത്. 230 പൊട്ടൻഷ്യൽ ഡിഫറൻസിൽ അത് 1000 വാട്ട് തരുന്നു. Then what will be the resistance of this appliance? ഇതിന്റെ റെസിസ്റ്റൻസ് കാൽക്കുലേറ്റ് നമ്മുടെ നോർമൽ ഇക്വേഷൻ ആണ് V²P വെച്ചിട്ട് ചെയ്താൽ മതി. Then അടുത്തത് ഇഫ് വി ചേഞ്ച് ദ ലേബലിംഗ് ഓഫ് ദ സെയിം ഡിവൈസ് ആസ് 250 വാട്ട്, അതായത് പവർ നമ്മൾ എന്താക്കി 1000 വാട്ട് എന്നുള്ളത് നമ്മൾ 250 വാട്ട് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എക്സ് എത്രയായിരിക്കും, അല്ലെങ്കിൽ വോൾട്ടേജ് എത്രയായിരിക്കും എന്നുള്ളത് കണ്ടുപിടിക്കണം. നമ്മൾ ഓൾറെഡി റെസിസ്റ്റൻസ് കണ്ടുപിടിച്ചു. അങ്ങനെയാണെങ്കിൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്താൽ മതി. യെസ്. ഓക്കെ, റെസിസ്റ്റൻസ് നമുക്ക് കിട്ടുന്നത് 52.9 ആണ്. അങ്ങനെയാണെങ്കിൽ ഇപ്പോഴത്തെ പവർ 250 വാട്ടാണ്. സോ P=V²R ആണ്. അതിൽ നിന്ന് V²PR എന്ന് എഴുതാൻ പറ്റും. സോ V എന്താണ്? √PR ആയിരിക്കുള്ളൂ. സോ P നമുക്കറിയാം, പുതിയ പവർ അറിയാം, റെസിസ്റ്റൻസ് 59.9 ആണെന്നുണ്ടെങ്കിൽ നമുക്ക് V² കിട്ടി. സോ V എന്തായിരിക്കുള്ളൂ? നമ്മൾ V² ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 115 വോൾട്ട് ആണ് നമുക്കിവിടെ പുതിയ വോൾട്ടേജ് കിട്ടുന്നത്. യെസ്. ദെൻ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, അതിൻ്റെ 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. എയും ബിയും ഉണ്ട്, ഏതെങ്കിലും ഒരെണ്ണം എഴുതിയാൽ മതി. എയിൽ എന്താണ്? 1200 kilogram weight load is lifted to the top of a 3 meter high building using a 9 meter long inclined plane. ഇൻക്ലൈൻഡ് പ്ലെയിൻ വെച്ചിട്ട് നമ്മളൊരു 3 മീറ്റർ ഹൈറ്റിലേക്ക് ആ ഒരു ലോഡിനെ ലിഫ്റ്റ് ചെയ്ത് കയറ്റിയിരിക്കുകയാണ്. ഹൗ മച്ച് ഫോഴ്സ് ഇസ് റിക്വയർഡ് ടു ലിഫ്റ്റ്? എത്ര ഫോഴ്സ് കൊടുത്താലായിരിക്കും ആ ഇൻക്ലൈൻഡ് പ്ലെയിനിൽ കൂടെ നമുക്കത് കയറ്റാനായിട്ട് സാധിക്കുന്നത്? നമുക്ക് ഇക്വേഷൻ വെച്ച് ചെയ്യാം. അതായത് E × L L × H ആണ് നമ്മുടെ ഇക്വേഷൻ വരുന്നത്. സോ അതിലേക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇയുടെ വാല്യൂ കിട്ടുന്നത് 4000 ന്യൂട്ടൺ ആണ് കേട്ടോ. ന്യൂട്ടണിൽ ചെയ്യാം, അല്ലെങ്കിൽ കിലോഗ്രാം വെയിറ്റിൽ തന്നെ ചെയ്യാൻ പറ്റും. ജസ്റ്റ് അതായത് 400 കിലോഗ്രാം വെയിറ്റ് ആണ് നമുക്ക് ആൻസർ കിട്ടുന്നത്. ഒരു ×10 അല്ലേ, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കൂടി ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഫോഴ്സ് ആയിട്ട് കിട്ടും. അതിനെയാണ് നമ്മൾ ന്യൂട്ടണിൽ എഴുതിയിട്ട്, കാരണം ഫോഴ്സ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. സോ നമുക്ക് ന്യൂട്ടണിൽ ചെയ്യുന്നതായിരിക്കും ബെറ്റർ. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, പ്രൂവ് ദാറ്റ് ദർ ഇസ് നോ ഗെയിൻ ഇൻ വർക്ക് ഇൻ യൂസിങ് ദ ഇൻക്ലൈൻ പ്ലെയിൻ ഡ്യൂറിംഗ് ദിസ് പ്രോസസ്. ഇവിടെ നമ്മൾ ഇൻക്ലൈൻ പ്ലെയിൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വർക്കിൽ പ്രത്യേകിച്ച് ഗെയിൻ ഒന്നും ഇല്ല എന്നുള്ള കാര്യം പ്രൂവ് ചെയ്യണം. സോ നമുക്ക് 2 കേസിലും കാൽക്കുലേറ്റ് ചെയ്യണം അല്ലേ. നമ്മൾ അതിന് ഡയറക്റ്റ് ആയിട്ട് ലിഫ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ നേരെ ആ 3 മീറ്ററിൽ ലിഫ്റ്റ് ചെയ്താൽ മതി. സോ നമുക്ക് 12,000 × 3 എന്നുള്ളത് 36,000 ജൂൾ ആയിട്ട് കിട്ടും. ഇനി നമ്മൾ ഇൻക്ലൈൻ പ്ലെയിൻ ആണെന്നുണ്ടെങ്കിൽ 9 മീറ്റർ ആണ് നമുക്ക് ലിഫ്റ്റ് ചെയ്യേണ്ടത്. ഇൻക്ലൈൻ പ്ലെയിൻ്റെ ചരിവ് എന്ന് പറയുന്നത് 9 ആയതുകൊണ്ട് തന്നെ സോ നമുക്ക് അവിടെ 4000 അല്ലേ കൊടുക്കുന്ന എഫേർട്ട് × 9 ചെയ്യുമ്പോൾ നമുക്ക് അവിടെയും എന്ത് തന്നെ കിട്ടുന്നു? 36,000 ജൂൾ തന്നെയാണ് കിട്ടുന്നത്. രണ്ടിലും നമുക്ക് വലിയ വ്യത്യാസമൊന്നുമില്ല. സോ ഒരു ഗെയിനും അവിടെ ഇല്ല എന്നുള്ള കാര്യമാണ് അവിടെ പ്രൂവ് ആവുന്നത് കേട്ടോ. ദെൻ ഇതിൻ്റെ തന്നെ ബി പാർട്ട് നോക്കിക്കഴിഞ്ഞാൽ സ്ക്രൂ ജാക്സ് ആർ യൂസ്ഡ് ടു ലിഫ്റ്റ് ഒബ്ജക്ട്സ് ഈസിലി. ഓക്കെ, 30 cm ലെങ്ത് ഓഫ് ദ ത്രെഡഡ് റീജിയൻ ഓഫ് ദ സ്ക്രൂ കണ്ടെയ്ൻസ് 15 സ്ക്രൂ ത്രെഡ്സ്. അതായത് ത്രെഡഡ് റീജിയനിൽ, അതായത് ആ ഒരു 30 cm ലെങ്ത് ഉള്ള ത്രെഡഡ് റീജിയനിൽ ഓരോ സ്ക്രൂവിലും ഉള്ളത്, അതായത് 15 സ്ക്രൂ ത്രെഡ്സ് ആണുള്ളത്. ദ ലെങ്ത് ഓഫ് ഈച്ച് ത്രെഡ്, ഓരോ ത്രെഡിൻ്റെയും ലെങ്ത് എന്ന് പറയുന്നത് 10 cm. അങ്ങനെയാണെങ്കിൽ
എന്താണ് വാട്ട് ഈസ് മീൻ ബൈ പിച്ച് ഓഫ് ദ സ്ക്രൂ? സ്ക്രൂവിന്റെ പിച്ച് എന്നതുകൊണ്ട് എന്താണ് മീൻ ചെയ്യുന്നത് എന്നാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. പിച്ച് ഈസ് എ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു കോൺസിക്യൂട്ടീവ് ത്രെഡ്സ്. രണ്ട് പിരികൾക്കിടയിലുള്ള ആ ഒരു ഡിസ്റ്റൻസിനെയാണ് നമ്മൾ പീരീഡ് അല്ലെങ്കിൽ പിച്ച് എന്ന് വിളിക്കുന്നത്. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് ദ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഓഫ് ഈ സ്ക്രൂ ജാക്കിന്റെ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. എല്ലാ ഇൻഫർമേഷൻസ് ഇവിടെ ഉണ്ട്. അതായത് 15 സ്ക്രൂ ത്രെഡ്സിന്റെ അവിടെ വരുന്ന ലെങ്ത് ഓഫ് ദ ത്രെഡഡ് റീജിയൻ എന്ന് പറയുന്നത് 30 സെന്റിമീറ്റർ ആണ്. സോ ഒരെണ്ണത്തിന്റെ വരുന്നത് എത്രയായിരിക്കും? 30/15 ആയിരിക്കും വരുന്നത്. സോ നമുക്ക് യെസ് 2 സെന്റിമീറ്റർ ആണ് പിച്ച് കിട്ടുന്നത്. ആൻഡ് ലെങ്ത് നമുക്കറിയാം 10 സെന്റിമീറ്റർ തന്നിട്ടുണ്ടായിരുന്നു. സോ നമുക്ക് മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഓഫ് സ്ക്രൂ ജാക്ക് എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് ദ ത്രെഡ് ഡിവൈഡ് ബൈ പിച്ച് ആണ്. നേരെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് 10/2 5 ആണ് മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് കിട്ടുന്നത് കേട്ടോ. സോ അതിന് 3 മാർക്കാണ് ആ ബി പാർട്ട് വരുന്നത്. ടോട്ടൽ 4 മാർക്സ് ആണ്. സോ ഇത്രയും 18 ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ തേർഡ് സെറ്റിലും വരുന്നത്. അപ്പോൾ ഇങ്ങനെ ഈ 3 സെറ്റും നമ്മൾ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് ചെയ്ത് നോക്കി അതിൻ്റെ ആൻസറൊക്കെ നമ്മൾ പ്രോപ്പറായിട്ട് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ എക്സാമിന് ഈ മോഡൽ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമുക്കത് പ്രോപ്പറായിട്ട് ഫേസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അത് പുതുതായിട്ട് കാണുന്ന ഒരു ഫീൽ ഉണ്ടാവില്ല. നമ്മൾ ഓൾറെഡി പ്രാക്ടീസ് ചെയ്ത് വരുന്നതുകൊണ്ട് തന്നെ അതിന് ആ ഒരു രീതിക്ക് തന്നെ നമുക്ക് ഫേസ് ചെയ്യാനായിട്ട് സാധിക്കും. സോ ഈ പറഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒന്ന് റെഫർ ചെയ്തിട്ട് വേണം നിങ്ങൾ പോകാനായിട്ട്. അതുപോലെ തന്നെ കൂടുതൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും അതുപോലെ തന്നെ കൂടുതൽ നോട്ട്സും എല്ലാം നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ നമുക്ക് പ്രോപ്പറായിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് നല്ല അടിപൊളിയായിട്ട് എക്സാം എഴുതാം. സോ എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്. എക്സാം അടിച്ചു പൊളിക്കുക കേട്ടോ.